നമസ്കാരം. എമ്പുരാൻ കത്തിപ്പടരുകയാണ് വിവാദം. ആ വിവാദം കത്തിപ്പടർത്തിയ ആളുകൾക്ക് സന്തോഷിക്കാൻ ഇടയുണ്ട്. ഇപ്പോൾ മോഹൻലാൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് മാപ്പ് പറഞ്ഞതിന് കാരണം? കഴിഞ്ഞ 40 വർഷമായി സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞാൻ ഏതെങ്കിലും മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ അല്ലെങ്കിൽ ജാതിയുടെ ആളായിട്ട് പ്രവർത്തിച്ചാൽ ആരെയും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നാൽ ഇപ്പോൾ വിവാദമുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ആ വിവാദമായ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് ഞങ്ങളിപ്പോൾ രംഗത്ത് നിൽക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഗോകുല മൂവീസ് സെൻസർ ബോർഡിന് കത്ത് കൊടുത്തു കഴിഞ്ഞു 17 ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ വേണ്ടി. ആ ഭാഗങ്ങളിൽ വരുന്ന പരാമർശങ്ങളാണ് ചർച്ചാ വിഷയമാക്കി മാറ്റി പലരും. യഥാർത്ഥത്തിൽ ഇതിൽ എമ്പുരാനിൽ എന്തെങ്കിലും വെട്ടിമാറ്റേണ്ടതുണ്ടോ? മോഹൻലാൽ മാപ്പ് പറയേണ്ടതുണ്ടോ? അതിന് മുമ്പായി മോഹൻലാൽ മാപ്പ് പറഞ്ഞ കാര്യങ്ങളൊന്ന് നമുക്ക് കേൾക്കാം. അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് പൃഥ്വിരാജിനെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. പൃഥ്വിരാജ് ചതിച്ചു എന്ന് പറഞ്ഞ് പലരും വാർത്ത ചെയ്യുമ്പോൾ പൃഥ്വിരാജിനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഇങ്ങനെ ആർക്കെങ്കിലും വിവാദമുണ്ടായി തോന്നിയാൽ തീർച്ചയായും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു, ഞങ്ങൾ ആ ഭാഗം വെട്ടിമാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന്. അല്ലാതെ പൃഥ്വിരാജിനെ എവിടെയെങ്കിലും തള്ളി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന മോഹൻലാൽ നടത്തിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. നമുക്കൊന്ന് വായിക്കാം. ഇപ്പോൾ 10 മിനിറ്റ് മുമ്പ് അദ്ദേഹം പുറത്തുവിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു കൂടി വന്നിട്ടുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവേഷം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു. കുറേ പേർക്ക് എന്ന് പറയും, എല്ലാവർക്കുമല്ല, ചില ഒറ്റപ്പെട്ട ആളുകൾ എന്നുള്ളതാണ്. ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിന് ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്തം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടെയും ഇതുമാണ്. അതായത് അവിടെയാണ് പൃഥ്വിരാജിനെ ചേർത്ത് പിടിക്കുന്നത് എന്ന് തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായി സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 14 പതിനെട്ടാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത്. നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി. അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹപൂർവ്വം മോഹൻലാൽ. ഇതിനൊക്കെ കാരണം മാതൃഭൂമിയിൽ ഏറ്റവും ഫ്രണ്ട് പേജിൽ വന്നൊരു വാർത്ത ഉണ്ട്, വെട്ടേറ്റ് എമ്പുരാൻ എന്ന് പറയുന്നൊരു വാർത്ത. അതിലുപരി എല്ലാ ദൃശ്യ മാധ്യമങ്ങളിലൂടെ, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഡൽഹിയിൽ പോയി നമ്മുടെ നരേന്ദ്രമോദിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ഉടനെ തന്നെ മോഹൻലാലിനെയും അതേപോലെ പൃഥ്വിരാജിനെയും അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തകളും സൃഷ്ടിച്ചതോടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന എന്ന് പറയുന്ന ആളുകൾ പോലും മോഹൻലാലിനെയും പൃഥ്വിരാജിനെയും എങ്ങനെയും മാറ്റാം എന്നുള്ള ചിന്താഗതിയോടുകൂടി രംഗത്ത് പ്രവേശിച്ചിരിക്കുകയാണ്. അത് തീർച്ചയായും വലിയ കോലാഹലമുണ്ടാക്കുകയും BJPയുടെ അണികൾക്കിടയിൽ, RSSൻ്റെ അണികൾക്കിടയിൽ, ഹിന്ദു മുന്നണികളുടെ എല്ലാം ആളുകളുടെയിലും വലിയ ഇത് ഗോത്ര സംഭവമാണ്, ഗുജറാത്ത് സംഭവമാണ് എന്നുള്ള രൂപത്തിൽ ഈ മാറ്റിമറിക്കാൻ കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതൊരു കലാസൃഷ്ടിയാണ്, ഹിസ്റ്ററി അല്ല. അതുകൊണ്ട് തന്നെ ഈ വെട്ടിമാറ്റിയ സിനിമ ഞാൻ കാണില്ല, ഒറിജിനൽ സിനിമയാണ് എനിക്ക് കാണാൻ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ വിവാദം കത്തിപ്പടർന്നതോടെ വിവാദങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഉണ്ടാകാൻ പോകുന്നത് നമുക്കറിയാം. വിവാദങ്ങൾ ഒരു കാലഘട്ടത്തിൽ ഈ രാജ്യം ഉണ്ടാക്കിയെടുക്കാൻ, നമ്മുടെ ഇന്ത്യ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഏറ്റവും പ്രയത്നിച്ചിട്ടുള്ള ഒരു ഫക്കീറാണ്, സന്യാസി വര്യനാണ് ഗാന്ധിജി. അദ്ദേഹത്തെ ആരാണ് വെടിവെച്ച് കൊന്നത്? ഒരു മതഭ്രാന്തനാണ്. ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തനാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിൽ, ഇന്ത്യ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ജീവൻ പണയപ്പെടുത്തി ത്യാഗം ചെയ്ത് ജീവിതം തന്നെ ഇന്ത്യക്ക്, ഈ ഭാരതത്തിന് സമർപ്പിച്ചുള്ള ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നുള്ള നാട്ടിൽ നാളെ ഒരു ഭ്രാന്തനെ കറങ്ങിക്കഴിഞ്ഞാൽ ആ ഭ്രാന്തൻ മോഹൻലാലിനെയും വെടിവെച്ച് കൊല്ലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പൃഥ്വിരാജിനെ വെടിവെച്ച് കൊല്ലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭ്രാന്തന്മാരാണ് ഇന്ത്യയിലും കേരളത്തിലുമുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ളതെന്ന് വിവേകാനന്ദൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വിവേകാനന്ദൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഭ്രാന്താലയത്തിൽ ഒരു ഇല്ലാത്തൊരു സംഭവത്തെ ഉണ്ടാക്കിയെടുത്ത് കത്തിച്ച് ഇത് ഇങ്ങനെയെല്ലാമാണെന്ന് പറഞ്ഞ് ഒരു സിനിമയെ നശിപ്പിക്കാനും അതിൻ്റെ കലാമൂല്യത്തെ നശിപ്പിക്കാനും ശ്രമിക്കുന്ന ചില ഭ്രാന്തന്മാരാണ് ഇത്രയും വലിയ ഒരു വിവാദമുണ്ടാക്കുകയും അത് കത്തിപ്പടരുകയും അവസാനം മോഹൻലാലിന്
മാപ്പ് പറയേണ്ട ഗതികേടും വന്നിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. മാപ്പ് പറയേണ്ട ഗതികേടാണ് സത്യത്തിൽ. ഒരു കലാസൃഷ്ടിയെ കണ്ടുകൊണ്ട് അതിനെ ചർച്ച ചെയ്യാം, പക്ഷേ അതിൻ്റെ നിർമ്മാതാക്കളെ കൊല്ലണം, നിർമ്മാതാക്കളെ അറസ്റ്റ് ചെയ്യണം, കേന്ദ്ര ഗവൺമെൻറ് ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു, ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകൾ സ്പ്രെഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ പോലെയുള്ള ആളുകൾ അതിനെതിരെ പോരാടാനുള്ള ഇതല്ല, പകരം എല്ലാവരും ചേർത്ത് പിടിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുകയാണ്. അങ്ങനെയാണ് മോഹൻലാൽ ഇപ്പോൾ വിട്ടുവീഴ്ച തയ്യാറായിരിക്കുന്നത്. അതേപോലെ ഞാൻ ഗോകുലം ഗോപാലുമായി സംസാരിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിലുള്ള സെൻസർ ബോർഡാണ്, സെൻസറിങ് നടത്തി ഈ പടം പുറത്തുവിടാൻ അംഗീകാരം നൽകിയിട്ടുള്ളത്. എന്നിട്ടും വിവാദമുണ്ടായപ്പോൾ ഞങ്ങൾ ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിന് 17 ഭാഗങ്ങളിൽ കട്ട് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഒരു കലാസൃഷ്ടിയെ കൊല്ലാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മോഹൻലാൽ എന്ന് പറയുന്ന മഹാനായ നടൻ വളരെ ദുഃഖത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നന്ദി, നമസ്കാരം.